മല്ലു എസ്കോബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര നമ്മൾ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനായ മൂന്നാറിലേക്കാണ്. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി എനിക്ക് പേഴ്സണലി ഉണ്ട്. ഇത് സത്യം പറഞ്ഞ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി പോയ ഒരു യാത്രയൊന്നുമല്ല. ഇത് ഞങ്ങളുടെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു കുറച്ച് കൂട്ടുകാരുടെ ഒരു റിയൂണിയൻ. അത് ഞങ്ങളൊരു റൈഡ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇതൊരു വീഡിയോ ആയി മാറിയതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി കുറേ നാൾക്ക് ശേഷം കാണാൻ വേണ്ടി പോയതാണ് മൂന്നാർക്ക്. അപ്പോൾ അത് പിന്നെ കുറേയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊരു വീഡിയോ ആക്കി ഒരു മെമ്മറി ആക്കി യൂട്യൂബിൽ ഇട്ടാൽ എത്ര വർഷം വേണമെങ്കിലും യൂട്യൂബിൽ നമുക്കിട്ടത് കാണാമല്ലോ എന്നുള്ള പ്ലാനിൽ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹോട്ടൽ സവിത. ആ എടാ മോനെ, നീ ജമ്പ് ചെയ്തിറങ്ങിയോ? പറക്കുവാണല്ലോ. എടാ നീ ഒറ്റയ്ക്കാ, എനിക്ക് ഒരു ജീവനും കൂടെ നോക്കണം. അങ്ങനെ നേര്യമംഗലത്തെ ഹോട്ടൽ സവത എന്നുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും റൈഡ് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നേര്യമംഗലം പാലമൊക്കെ കയറി ഇറങ്ങി നല്ല ദൂരെ നല്ല കോട നിറഞ്ഞ മലകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ആ യാത്ര എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ പോയി. സത്യം പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ ആ ഒരു പോയ ടൈം എന്ന് പറഞ്ഞാൽ. നമ്മളൊരു സെപ്റ്റംബർ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന അലൻ ദുബായിക്ക് പോകുന്നതിന് മുമ്പ് കൂടിയാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് പെട്ടെന്നായിരുന്നു പോയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ്, നോർമലി ഈ റൂട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ട് അങ്ങനെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സജഷൻ ആയിരുന്നു നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ, കൊള്ളാൻ തോന്നുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ പോയപ്പോഴാണ് ഈ ഒരു സ്പോട്ട് കണ്ടത്. ഒരു ചെറിയ പാലവും അതിൻ്റെ താഴെക്കൂടെ ഒരു അരുവിയും നല്ല ഭയങ്കരമായിട്ട് കാട്ടിൽ ഉള്ളൊരു വൈബുള്ളൊരു സ്ഥലം. അത്യാവശ്യം അടിപൊളിയാണ്. നമുക്കൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനാണല്ലോ പറ്റിയ ഒരു അടിപൊളി ഒരു സ്പോട്ട്. അപ്പം ഞങ്ങളങ്ങനെ അവിടെ വണ്ടി ഇറക്കി കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു പോയത്. ചുമ്മാ ഞാൻ അവിടെ ഭയങ്കര കിടല ഫ്രെയിംസാണ്. ആ ഒരു അരുവി ഒഴുകി വരുന്നതും ആ മരങ്ങൾക്കിടയിലൂടെ ആ അരുവി വരുന്നതും കുഞ്ഞു കുഞ്ഞു പാറക്കല്ലുകളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. നിങ്ങളെപ്പോഴും മൂന്നാർ നേര്യമംഗലം വഴി പോകുമ്പോൾ ഈ ഒരു സ്പോട്ടിൽ പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പാലത്തിൽ നമ്മൾ വണ്ടി വെക്കാണ്ടിരിക്കുക, വണ്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഞങ്ങൾ അവിടെ വെച്ചിരുന്നപ്പോൾ അവിടുത്തെ കുറച്ച് ലോക്കൽ ആൾക്കാർ വന്നിട്ട് കുറച്ചൊന്ന് ചൂടായി വണ്ടി അവിടെ വെച്ചതിന് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയത്. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പം നിങ്ങൾ പോകുമ്പോഴും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം നമ്മളായിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. കാരണം ഇടയ്ക്ക് ജീപ്പും കാര്യങ്ങളും ഒക്കെ ആ റൂട്ട് വരും. അപ്പോൾ വണ്ടി അവിടെ സൈഡിൽ നമുക്ക് ഒതുക്കാൻ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് വേണം ആ ഒരു സ്ഥലത്തൊക്കെ പോകാൻ. അങ്ങനെ ഞാൻ ജീനെ പിടിച്ച് നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം അടിപൊളി ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആയിപ്പോകും. അങ്ങനെ അവിടുത്തെ കുറച്ച് നേരത്തെ ഒരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ മൂന്നാറിലേക്കുള്ള യാത്ര മുന്നോട്ടേക്ക് തന്നെ നീങ്ങി. അങ്ങനെ യാത്ര മുന്നോട്ടേക്ക് നീങ്ങി ഇങ്ങനെ എത്തിയപ്പോഴാണ് നേര്യമംഗലം മൂന്നാർ റൂട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചീയപ്പാറ വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടതും അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തത്. നമ്മളിങ്ങനെ കുറേ മലകൾക്കിടയിലൂടെ ഉള്ള റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഞാനങ്ങനെ ഒരു വെള്ളച്ചാട്ടവും വെറുതെ പാസ് ചെയ്ത് പോകാറില്ല. എപ്പോൾ കണ്ടാലും ഒന്ന് നിർത്തും. എത്ര നമ്മളെപ്പോഴും കാണുന്നതാണെങ്കിൽ പോലും ആ ഒരു വെള്ളം ഒഴുകി വരുന്ന സൗണ്ടാണെങ്കിലും ആ ഒരു നിറഞ്ഞു വെള്ളം ഒഴുകി വരുന്ന പാല് പോലെ ഒഴുകി വരുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്.
ഞങ്ങൾ കുറച്ച് നേരം ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ചീയപ്പാറ വെള്ളച്ചാട്ടവും അടിമാലി ടൗണും ഒക്കെ കവർ ചെയ്ത് ഞങ്ങൾ നേരെ മൂന്നാറിലേക്കുള്ള നമ്മുടെ ആ ഒരു ഹെയർ പിൻ റോഡിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ നോർമലി ഈ റൂട്ട് വരുമ്പോൾ ഇത്രയും പണിയും കാര്യങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ മഴ പെയ്ത ഒരു ടൈമൊക്കെ ആയതുകൊണ്ടായിരുന്നു ചിലയിടത്ത് മണ്ണിടിച്ചിലും കാര്യങ്ങളുണ്ട്. റോഡിൽ ചെറിയ റോഡിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡ് കുറച്ച് അലമ്പായിരുന്നു. പക്ഷെ എന്നാൽ പോലും കുറച്ച് മേളിലേക്ക് വന്നപ്പോഴത്തേനും അത് മാറി. പക്ഷെ എന്നാലും ഇടയ്ക്ക് കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. എങ്കിലും ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. അപ്പോൾ ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാർ ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഉടമ നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. അതെൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച കിരൺ ബാബു. അപ്പോൾ അവൻ്റെ റിസോർട്ടാണിത്. ഇത് ബെൽ മൗണ്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ ഒരു പേര്. നമ്മൾ മൂന്നാർ ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റൂമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അവൻ അന്ന് തന്നത്. അപ്പോൾ ഇതൊരു സൂപ്പർ ഡീലക്സ് റൂമാണ്. അവിടെ 2 ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്നാർ ടൗണിൽ തന്നെയാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പോൾ റിസോർട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാർ ടൗണിലൊരു സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ മറ്റെങ്ങോട്ടേക്കും പോകണ്ട, ഇവിടെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ റൂമിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്ത് റിഫ്രഷ് ആയിരുന്നപ്പോഴാണ് ഇങ്ങനെ കുറേ നേരം മഴയൊക്കെ പോയി വന്നു. അങ്ങനെ ഞങ്ങൾ പോതമേട് വ്യൂ പോയിന്റ് പോകാനായിട്ട് പയ്യെ ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പോതമേട് പോകുന്നതാണ് ഇനിയുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്കിനിയും അത് കാണാം. ഇപ്പൊ കാണുന്നില്ലടാ, ചാൻസ് വളരെ കുറവാണ്. ആ എന്നാ ആയിക്കോട്ടെ. അങ്ങനെ മഴയൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ്, നല്ല തണുപ്പൊക്കെ ആയപ്പോൾ ഞങ്ങൾ പയ്യെ പോതമേടേക്കുള്ള യാത്ര മുന്നോട്ടേക്ക് നീങ്ങി. ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ പ്ലാൻ ചെയ്യുവാണെങ്കിലും ഗൂഗിൾ മാപ്സിൽ ആ ഒരു ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഇതിനാണോ നീ മൂന്നാർ വന്നേ? അല്ല ഓണ, അതാണോ അവന്റെ ടെൻഷൻ? എടാ ഇത് വഴി കറക്റ്റ് ആണല്ലോ. ആണല്ലോ. സത്യം പറഞ്ഞാൽ മൂന്നാർ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും മൂന്നാറിന് ഇങ്ങനെയും കുറച്ച് സ്ഥലങ്ങളും ഇങ്ങനെ കുറച്ച് സൈഡ് ഉണ്ടെന്നുള്ള കാര്യം അന്നത്തെ ആ ഒരു റൈഡിലാണ് അറിയുന്നത്. കാരണം ഞങ്ങൾ ആ പോയ റൂട്ടിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ലാൻഡ്സ്കേപ്സും നമുക്ക് ഫോട്ടോ ഒരുപാട് എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളും ഫ്രെയിംസും ഒക്കെ കിട്ടുന്ന ഒരു നല്ലൊരു റൂട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴും എന്തായാലും പോതമേട് പോകാനായിട്ടും ഈ ഒരു റൂട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആ റൂട്ടിലെ റോഡ് അത്ര അടിപൊളിയല്ല, എന്നാൽ പോലും വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. വിശ്വാസമില്ല. അതിന്റെ സ്റ്റാർട്ടിങ് ചെയ്ത് നമ്മൾ ഇത്ര നേരം ഓഫ് യാത്രകൾ പോകുന്നത് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, നമുക്ക് ഫുൾ മനസ്സ് തുറന്ന് ആഘോഷിക്കാൻ പറ്റുന്ന കുറച്ച് കൂട്ടുകാരാണ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രസം ഒന്ന് വേറെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഹ്ലാദത്തിലും ആ ഒരു സന്തോഷത്തിലുമായിരുന്നു ഞങ്ങൾ അന്നത്തെ ആ ഒരു യാത്ര ചെയ്തതും അന്നത്തെ ആ ഒരു ദിവസം മൊത്തം. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നുമല്ല, നമ്മൾ വളരെ ഓപ്പണായിട്ട് വളരെ സന്തോഷിച്ചായിരുന്നു ആ ഒരു യാത്ര കാര്യങ്ങളൊക്കെ. നമ്മൾ അന്ന് പണ്ടെങ്ങനെയാണോ കണ്ടത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നമ്മൾ അന്നും ഇന്നും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കൂട്ടുകാരെന്ന് വെച്ചാലാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ റിയൂണിയനും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്യണം, യാത്രകൾ പോകണം എന്നാണ്. ജസ്റ്റ് പ്ലാനിങ് മാത്രമായി പോകരുത്, യാത്രകൾ എന്തായാലും ഒരു എഫേർട്ട് ഇട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു. അങ്ങനെ പോതമേടിലേക്കുള്ള വഴി തേടി ഞങ്ങൾ ആ മല കടന്ന് കുറേ കറങ്ങി. അതിനുശേഷം ഒരു ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പോതമേട് പോകുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടപ്പോൾ ഫുൾ ഓഫ് റോഡായിരുന്നു. പക്ഷെ ആ റോഡൊക്കെ ഇപ്പോൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തു. പക്ഷെ അവർ കോൺക്രീറ്റ് ചെയ്തേക്ക് ജസ്റ്റ് ഒരു ജീപ്പിന് പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു സെറ്റപ്പിലാണ്. നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ബൈക്ക് കൊണ്ട് ഒരാളെ പുറകെ വെച്ചാൽ അതുവഴി പോകാൻ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ. ഈ വഴി കഴിഞ്ഞിട്ടൊരു കാര്യം പറയാന്ന് പറഞ്ഞു. ഇവിടെ പോകുമ്പോ ഒരു വണ്ടി വന്നേ ഇവിടെ സൈഡ് കൊടുക്കണം, ഇങ്ങോട്ട് പറഞ്ഞു ഇത്രയുള്ള വഴി സൈഡ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ സ്ഥലത്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഒരു കോൺക്രീറ്റിങ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ നടുക്കൂടെ ചെയ്തെന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? കാരണം ജീപ്പിന് വേണ്ടി മാത്രം പോകാനായിട്ടൊരു വഴി വെച്ചേക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്തത്. കാരണം ബൈക്കുകാർക്ക് അതുവഴി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു വീല് ഒരു ചെറിയതായിട്ടൊന്ന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാണ് അത് വലിച്ച് കയറ്റാനും ഒക്കെ ആയിട്ട്. കാരണം ഫുള്ള് മണ്ണൊക്കെ നല്ല കുതിർന്ന വെള്ളമയത്തോടെ പോച്ചൊക്കെ ആയിട്ടിരിക്കുന്നത് നമ്മുടെ ടയർ കിടന്ന് കറങ്ങും. ഇവർ എന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും അടിപൊളിയായിരുന്നു ആ ഒരു യാത്ര. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു വലിയ മരത്തിൻ്റെ റൈറ്റ് സൈഡ് കയറിയാണ് ശരിക്കും പോതമേട് വ്യൂ പോയിന്റ് പോകേണ്ടത്. പക്ഷെ ഞങ്ങൾക്കറിയാത്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ നീങ്ങി. അല്ലടാ ഇതാന്ന് തോന്നണോ? അതാ ഇങ്ങോട്ട് പോയി നോക്കാം. എടാ ഇങ്ങോട്ട് പോയി നോക്കാം. കേറിക്കോ കേറിക്കോ കേറിക്കോ. നിന്റെ ടാക്സി ആ ആണെന്ന് തോന്നുന്നു. യോ മതോ വീടോ? അപ്പൊ അതായിരുന്നോ ലവ്മാരിപ്പൊ കേറി വരുമായിരിക്കും. എടാ ഇതല്ലടാ, അപ്പൊ അപ്പുറത്തെ റോഡാടാ. എടാ ഇത്രയും അങ്ങനെ പോതമേട് വ്യൂ പോയിന്റ് ഓഫ് റോഡ് തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു. കാരണം നമ്മൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഫുൾ കൺഫ്യൂസ്ഡ് ആയിപ്പോ. നേരത്തെ ഒരാൾ പോയിട്ടുള്ള ഒരാൾ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ, കാരണം ഗൂഗിൾ മാപ്സ് നമ്മളെ ഈ റോഡൊക്കെ തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള റോഡ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റീപ്പ് കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വണ്ടി ഈ പറഞ്ഞ പോലെ ആ റോഡിന്റെ നടുക്കിലേക്ക് പെട്ടെന്ന് കയറിപ്പോയിട്ട് ടയർ ബാക്കിൽ കിടന്ന് കറങ്ങി ആകെ ഫുള്ള് സീനായിപ്പോയി. അപ്പോൾ നമുക്ക് വണ്ടി കയറ്റാനും പറ്റാനുള്ള നമ്മൾ ആ വഴി കണ്ടുപിടിച്ചില്ല. അങ്ങനെ വണ്ടി മൊത്തത്തിൽ ഞാൻ ഒരുവിധം എങ്ങനെയോ കയറ്റാൻ നോക്കിയപ്പോഴത്തേനും ടയർ ആ നടുക്കത്തെ ആ ഒരു സംഭവത്തിൽ പോയിട്ട് കോൺക്രീറ്റ് ഇല്ലാത്തടത്ത് പോയിട്ട് ഫുള്ള് കിടന്ന് കറങ്ങാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറേ ട്രൈ ചെയ്തു. പിന്നെ അലനും കിരണും അവിടെ താഴെ വണ്ടി വെച്ചിട്ട് അവരിങ്ങനെ കയറി വരുമ്പോഴത്തേനും പെട്ടെന്ന് അലൻ്റെ കാലിൻ്റെ മുകളിലേക്ക് ഹിമാലയൻ്റെ ആ ഒരു ചൂട് എക്സോസ്റ്റ് വീണിട്ട് കാല് ഫുള്ള് പൊള്ളിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഒരു സംഭവം അന്ന് ഉണ്ടായി. അപ്പോൾ ഈ ലൈഫിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ചിലപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അന്ന് ഉണ്ടായത് കാരണം ഞങ്ങൾക്ക് ആകെ മൊത്തത്തിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അവിടെ വന്നിട്ട് ഒന്നത് കയറാൻ പറ്റിയില്ല. പിന്നെ അവൻ്റെ കാലിന് വയ്യാതായി. പിന്നെ ആകെ മൊത്തത്തിൽ പ്രശ്നമായിപ്പോയി. അങ്ങനെ കുറേ നേരമായിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടപ്പോൾ അവിടുത്തെ ഒരു തോട്ടത്തിലുള്ള ഒരു പണിക്കാരനൊരു ചേട്ടൻ വന്നു. ഇതുപോലെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു പോതമേട് എന്നുള്ളത് അതാണ് ആ ഒരു വഴി എന്നുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ ആദ്യം കാണിച്ച ആ ഒരു വഴിയിലേക്ക് എത്തി. അപ്പം ഞാനാദ്യം വണ്ടി കയറ്റുന്നതിന് മുന്നേ ആ ഒരു ഓഫ് റോഡ് എന്താ അവസ്ഥ എന്നുള്ളതൊന്നും നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നോക്കിയപ്പോൾ തന്നെ ഫുള്ള് ഭയങ്കര കട്ട ചെളിയും മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര തിന്നുന്ന ഒരു രീതിയിലായിരുന്നു കിടന്നത്. അപ്പം ഞാൻ പയ്യെ ഒന്ന് കയറി മേലെ വരെ ഒന്ന് പോയി നോക്കി എന്താ അവസ്ഥ, കയറ്റാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ഏരിയ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ആ ഒരു പോതമേട് ആ ഒരു കാടൊക്കെ വരുന്നത്. ആ ഒരു ലൊക്കേഷൻ ഭയങ്കര കിടിലമാണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു, ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് അന്ന് പോകാൻ പറ്റതിൽ ഭയങ്കര റിഗ്രറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു. പക്ഷെ എന്നാൽ പോലും അവിടെ നമ്മുടെ പ്രയോറിറ്റി പിന്നെയും അവൻ്റെ കാലായതുകൊണ്ട് പിന്നെ നമ്മൾ അന്ന് റിസ്ക് എടുക്കാൻ നിന്നില്ല. പിന്നെ നമ്മളങ്ങ് തിരിച്ച് പോവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഭയങ്കരമായിട്ട് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ നിങ്ങളത് പോകുമ്പം ശ്രദ്ധിക്കണം എന്തായാലും.
ടയർ കറങ്ങുക അല്ലേ? ബാക്കിലോട്ട് എടുത്തു. ഓ, ഇത് ഇറക്കാൻ പാടായിരിക്കും ഇവിടെ. അത് കുഴപ്പമില്ല, പിടിച്ചിട്ടുണ്ട്. വീഴാൻ പോയാലും ഞാൻ താഴോട്ട് വണ്ടി അങ്ങ് ഇടും. അതെ അല്ലേ, ശരിയാ. ഇതിങ്ങനെ അങ്ങനെ പോതമേട് വ്യൂ പോയിന്റ് മറ്റൊരു ദിവസത്തെ ഒരു യാത്രയായിട്ട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ അന്ന് അവിടെ വിട്ട് താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ താഴോട്ട് ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ ഒരു ഇരുട്ടത്ത് ആ ഒരു ദൂരെ ആ സ്കൈ ഒക്കെ കണ്ട് ഓടിച്ച് ഇറങ്ങാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അതൊക്കെ ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു സത്യം പറഞ്ഞത്. കാരണം ആന ഇറങ്ങുന്ന സ്ഥലമൊന്നും കൂടെ കേട്ടപ്പോഴത്തേനും നമ്മുടെ ത്രില്ലൊന്നും കൂടുമല്ലോ. അങ്ങനെ ഞങ്ങൾ പയ്യെ താഴെ ഇറങ്ങി. സീന് പക്ഷെ നൈസ് എക്സ്പീരിയൻസ് അല്ലായിരുന്നോ? അതായിരുന്നു. പക്ഷെ അവന്റെ കാല് സീനായിട്ട് പോയി. അതന്നെ നമ്മള് കേറും ഒരു സാമല പണ്ട് തന്നെ കയറ്റുമ്പോ. ഒന്നാമത്തെ കാര്യം മഴ മാറി വന്നു. അതെ അതെ അതെ, കാര്യങ്ങൾ അങ്ങനെ സാധിക്കണം. ഇത് തെന്നി തെന്നി പോകുന്നുണ്ട്. ചപ്പല് സീന ചെരുപ്പിട്ടിറങ്ങിയ സീൻ പോലെ. അങ്ങനെ ദൂരെ ആ സ്കൈയും മൂന്നാറിന്റെ രാത്രിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ആ തേയിലത്തോട്ടത്തിൽ കൂടെ നടുക്കൂടെ ആ റോഡിൽ കൂടെ പയ്യെ താഴത്തേക്ക് ഇറങ്ങി. തിരിച്ചു ഞങ്ങളുടെ ആ ഒരു റിസോർട്ടിലേക്കുള്ള ഒരു യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിസോർട്ടിലെത്തി ഞങ്ങൾ പയ്യെ ബാക്കി ഞങ്ങളുടെ ചില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീച്ച് അതിരാവിലെ എണീച്ച് കാഴ്ചകളിലേക്ക് നമുക്കിനി പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു കാഴ്ച. ആ ഒരു പള്ളിയും ആ ഒരു ഫുള്ള് കോടയൊക്കെ മൂടി ചെറിയൊരു പൊടിമഴയും ഒക്കെ ആയിട്ട് ദൂരെ ആ ഒരു ഏലത്തോട്ടത്തിൻ്റെ മലകളും ആ മൂന്നാർ ടൗണും പ്രോപ്പർ മൂന്നാർ ടൗണാണ്. അപ്പോൾ മൂന്നാറിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു രസമുണ്ട്. നമുക്ക് എല്ലായിടത്തോട്ടും ആക്സസ് ഉണ്ട്, എല്ലായിടത്തും പോകാൻ എളുപ്പമാണ്. ദൂരെ നമുക്കൊരു സ്കൂള് കാണാം. ആ ഒരു കാഴ്ചകളൊക്കെ രാവിലെ ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ പയ്യെ ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൽമൗണ്ട് റിസോർട്ടിൻ്റെ ആ ഒരു റിസപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ മൂന്നാറിൽ വരുമ്പോൾ തീർച്ചയായിട്ടും മൂന്നാർ ടൗണിൽ എത്തിക്കഴിഞ്ഞിട്ട് വേറെ റൂംസ് കാര്യങ്ങളൊന്നും തേടി പോകണ്ട. ഇവിടെ റൂംസ് അവൈലബിൾ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കാണിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞേക്കാം. എന്തെങ്കിലും ചെറിയൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫുഡും അവിടെ ഉണ്ടാവും. കാരണം അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചത് 3 നേരവും. അപ്പോൾ അവിടുത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം ഭയങ്കര ടോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ മാക്സിമം നോക്കുക. എന്തുവാടാ എന്തൊക്കെ ഓക്കെ. അപ്പം എല്ലാവർക്കും ഹാപ്പി ജേർണി. ബൈ ബൈ ബൈ, ഹാപ്പി ജേർണി. എടാ ഗ്യാപ്പ് റോഡ് അങ്ങനെയല്ലേ കുമളി പോകുന്ന റൂട്ട്? ലെഫ്റ്റ് ഇവിടെ കയറുന്ന റൈറ്റ് നമ്മൾ കയറി പോകുന്ന അവിടെ കാണാം. വലിയ റോഡ് വെച്ചിട്ടുണ്ട്. ആ റൂട്ട് ഓക്കെ ഓക്കെ. വഴി ആരെങ്കിലും ചോദിച്ചാൽ ചേട്ടാ അത് MLA ഒന്ന് വിളിച്ചാൽ ഗ്യാപ്പ് റോഡിൽ ബിരിയാണി എവിടെയാണ് കിട്ടാനുള്ളത്? അല്ല നമുക്ക് ആ ടൗണിൽ നിന്ന് കഴിച്ചിട്ട് പോകണം. അപ്പോൾ ഓക്കെ, നന്നായി വരിക. അപ്പോൾ ബാക്കി യാത്ര തുടരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യാനുണ്ടായിരുന്നത് അലൻ്റെ കാല് ഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യവും പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണവും കഴിക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഞാൻ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവൻ്റെ ഡ്രസ്സിങ് ഞങ്ങൾ ചെയ്യാൻ പോയ ഒരു ഹോസ്പിറ്റലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് ഈ അയാളും ഞാനും തമ്മിൽ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ട് ഉള്ള പോലത്തെ കുറച്ച് ഫ്രെയിംസ് ഉള്ളൊരു ഹോസ്പിറ്റൽ. ഭയങ്കര നമ്മുടെ ടാറ്റ ഗ്രൂപ്പിന് അണ്ടറിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ പോലും.
അപ്പോൾ ഭയങ്കര നല്ല സർവീസാണ്, ഭയങ്കര ചീപ്പാണ്. അപ്പോൾ നിങ്ങൾ മൂന്നാർ പോകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യവും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഈ ഒരു GHCയിൽ നിങ്ങൾക്ക് പോവാം. നല്ല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് അവൻ്റെ കാല് കാര്യങ്ങളൊക്കെ ഡ്രസ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഗ്യാപ്പ് റോഡിലേക്ക് തിരിച്ചു. അപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലോ ആ ഒരു ഹോസ്പിറ്റലിൽ കാണാൻ തന്നെ. ഞാൻ മുന്നേ കണ്ടിട്ടില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് നേരെ ഇനിയും ഗ്യാപ്പ് റോഡിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗ്യാപ്പ് റോഡ് പോകുന്നത്. ഒരുപാട് വട്ടം മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഗ്യാപ്പ് റോഡ് അങ്ങനെ പോയിട്ടില്ല. ഇപ്പം മൂന്നാർ വന്നില്ല. ആദ്യം പോകുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കാന്തല്ലൂർ അല്ലെങ്കിൽ വട്ടവട ഒക്കെയായിരുന്നു നമ്മളെപ്പോഴും പോകുന്നത്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഗ്യാപ്പ് റോഡും കൂടെ കാണാം. അപ്പോൾ അവൻ്റെ കാലൂടെ ഡ്രസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം അവനും ഓക്കെ ആയി. അപ്പോൾ പിന്നെ നമുക്കൊന്ന് ഗ്യാപ്പ് റോഡ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന റൂട്ട് ഭയങ്കര കിടിലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഇടുക്കി കട്ടപ്പന സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ഡയറക്റ്റ് മൂന്നാറിലേക്ക് വരുമ്പോൾ ആദ്യമേ ഗ്യാപ്പ് റോഡൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ മൂന്നാറിലേക്ക് എത്തുക. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു പോയത്. ഗ്യാപ്പ് റോഡ് പോയിട്ട് പിന്നെ തിരിച്ച് മൂന്നാർ എത്തിയിട്ടാണ് നമ്മൾ വന്ന വഴിയാണ് നാട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു പനോരമിക് വ്യൂ ഉണ്ട്. ഈ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ദൂരെ വലിയ ഈ പച്ച വിരിച്ച് ഈ തേയിലത്തോട്ടം ഇങ്ങനെ കിടക്കുന്നതും അതിൻ്റെ നടുക്കോടുള്ള ഈ റോഡും. ഈ റോഡെന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് ക്ലാസ് റോഡാണ്, അടിപൊളി റോഡാണ്. പണ്ടൊക്കെ ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്ന ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ഹൈവേ കൂടെ ഒക്കെ ഓടിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊരു 15 കിലോമീറ്റർ ഇവിടെ വരെ പോയിട്ട് തിരിച്ചു പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഞങ്ങളങ്ങനെ പയ്യെ മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ തന്നെ പയ്യെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് നമ്മുടെ മൂഡേ ചേഞ്ചായി. കാരണം നമ്മൾ കുറച്ച് കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ അനുഭവിച്ചെങ്കിൽ പോലും പെട്ടെന്നായിരുന്നു അതെല്ലാം മാറിയത്. ആ ഒരു മഴ അങ്ങോട്ട് വന്നപ്പോഴത്തേനും ആ ഒരു ഗ്യാപ്പ് റോഡും ആ ഒരു റൈഡിൻ്റെ ആ ഒരു സെറ്റപ്പേ മാറി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ തലേന്ന് ദിവസത്തെ ആ ഒരു പോതമേട് യാത്രയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നെങ്കിൽ പോലും പക്ഷേ ഈ ഒരു മഴയത്ത് ആ ഒരു ഗ്യാപ്പ് റോഡിലേക്കുള്ള ഒരു യാത്രയിൽ നമ്മളെല്ലാം മറന്നു. അവനാണെങ്കിൽ പോലും ആ കാല് ഡ്രസ് ചെയ്ത് വെച്ചിട്ടാണ് ആ ഒരു യാത്രയിൽ നിന്ന് പോയത്. എന്ത് രസമാണ് ഈ ഫ്രെയിം തന്നെ കാണാൻ. കാരണം ഈ ഒരു കാഴ്ച ഈ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ മനസ്സിലൊന്ന് കണ്ണടച്ചാൽ ഞാൻ ആ റോഡിലൂടെ ഓടിക്കുന്ന ഒരു അനുഭവം എനിക്കിപ്പോഴും ഫീൽ ചെയ്യും. കാരണം അത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി ഈ ഒരു സ്ഥലത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കി കുറച്ച് നേരം അവിടെ ആ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കാഴ്ചകളൊന്നും പറയാനില്ല. ആ ഒരു ക്ലൈമറ്റാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു കംപ്ലീറ്റ് നമുക്ക് ഫുള്ള് കോട മൂടിയിട്ട് നമുക്കൊന്നും കാണത്തില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര കോടയും മഞ്ഞൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാനും ആലോചിച്ചു, പക്ഷേ എന്ത് പറ്റിയൊന്നും കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കി തരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്യാപ്പ് റോഡിൽ നിന്ന് നമുക്ക് കിട്ടിയത്. കാരണം ആ ഒരു മഴയും ആ ഒരു ഫുള്ള് കോട നിറഞ്ഞ ആ ഒരു റോഡും കോട ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിലും എത്ര കണ്ടാലും മതി വരാത്തൊരു ഫ്രെയിമാണ്, വരാത്തൊരു കാഴ്ചകളാണ് ഈ ഒരു കോടയും നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച ആ ഒരു യാത്ര പോവാന്നുള്ളത്. അപ്പോൾ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു ലാസ്റ്റ് ആയപ്പോഴത്തേനും. കാരണം വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മൂന്നാർ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഗ്യാപ്പ് റോഡ് ഒന്ന് പോയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ വേറെ ക്ലൈമറ്റ് ആവാം. മേ ബി നിങ്ങൾക്ക് താഴത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു റോഡെന്ന് പറഞ്ഞാൽ പോയിരിക്കേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് വട്ടവടയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് റോഡിനെ പറ്റി എല്ലാവരും പറയുമ്പോൾ ഭയങ്കര ഓവർ ഹൈപ്ഡ് ആണോ, എൻ്റെ ആ ഒരു തോട്ട് കാര്യങ്ങളൊക്കെ മാറിക്കിട്ടി. കാരണം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരുമ്പോഴത്തേനും ഇങ്ങനെ ചിന്നക്കനാൽ എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ
ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാം. ചിന്ന കനാലുണ്ട്, പെരിയ കനാലുണ്ട്. അപ്പം അങ്ങനെ 2 വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു റോഡെ സ്ട്രൈറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കട്ടപ്പന വഴി കുമളി കൂടി നമുക്ക് നാട്ടിലൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഒരുപാട് കട്ട് റോഡ്സിൽ അവൻ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് സ്ട്രൈറ്റ് റോഡ്സ് തന്നെ പ്രിഫർ ചെയ്തതുകൊണ്ട് നമ്മൾ തിരിച്ച് മൂന്നാർ വന്നിട്ട് നാട്ടിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരെയായിരുന്നു ഗ്യാപ്പ് റോഡിൽ ശരിക്കും വന്നത്. ഇവിടെ വരെ വന്നിട്ടായിരുന്നു ഞങ്ങൾ ഒരു റൈഡ് എൻഡ് ചെയ്തത്. ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അപ്പോൾ ഈ ഒരു യാത്ര കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും കുറേ മൊമെൻറ്റ്സ് ആയിരുന്നു. കുറച്ച് കൂട്ടുകാരെ വീണ്ടും കാണാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും നമ്മൾ അതിനെല്ലാം തരണം ചെയ്തപ്പോൾ നമുക്ക് പ്രകൃതി തന്നെ കനിഞ്ഞനുഗ്രഹിച്ചു. ഭയങ്കര ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഇത്രയും വ്യൂസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ എനിക്കതാ പറയാനുള്ളത്. ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് വളരെ ടെമ്പററി ആയിരിക്കും. ഹാപ്പിനെസ് ആണെങ്കിലും ഭയങ്കര ടെമ്പററി ആയിരിക്കും. നമ്മൾ ആ ഒരു ഒഴുക്കിൽ ആ ഒരു ഫ്ലോയിൽ തന്നെ പോവുക, മുന്നോട്ട് തന്നെ പോവുക. അപ്പോൾ അത്ര തന്നെ പറയാനുള്ളൂ. യാത്രകൾ എപ്പോഴും മുന്നോട്ട് തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളായിട്ട് ഇനിയും നമുക്ക് കാണാം. അപ്പോൾ ബൈ ബൈ.